നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സംഭാവനകൾ അയയ്ക്കുക, ഞങ്ങൾക്ക് പരസ്യങ്ങൾ നൽകുക. എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ സഹായിക്കണമെന്നാണ് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അത് മറ്റൊന്നുമല്ല, സർക്കാർ സംവിധാനത്തിൻ്റെ പ്രൊഫഷണലിസം വരുത്തുന്നതിന് വേണ്ടിയും സർക്കാരിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളൊക്കെ ഒന്ന് തീർക്കുന്നതിന് വേണ്ടിയും 1000 സർക്കാർ ഉദ്യോഗസ്ഥരുടെ, എസ്പെഷ്യലി KGO NGO യൂണിയനിലൊക്കെ വളരെ സീനിയറായിട്ടുള്ള പരിണതപ്രജ്ഞരായ സെക്രട്ടേറിയറ്റിലൊക്കെ ഉള്ള 1000-ഓളം സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേന ഉണ്ടാക്കുന്നു എന്നാണ് അറിയുന്നത്. ഇവർക്ക് അനൗപചാരികമായി AKG സെൻറ്ററിൽ പരിശീലനം നൽകും. അങ്ങനെ പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റ് സർവീസ് സംഘടനകളുടെയൊക്കെ മുകളിൽ, സർവീസ് സംഘടനകൾ ആയിരിക്കത്തില്ല അവർ നിയന്ത്രിക്കുന്നത്, സെപ്പറേറ്റ് CMൻ്റെ ഓഫീസിൽ നിന്നായിരിക്കും ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. അത് ഫയലുകൾ വളരെ വേഗത്തിൽ തീർക്കുക. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന ഫയലുകൾ, ഒരുപാട് ആളുകൾക്ക് സഹായം കൊടുക്കേണ്ട ഫയലുകളൊക്കെ ഒരു PR വർക്ക് പോലെ ചെയ്ത്, ക്യാമ്പയിൻ വർക്ക് പോലെ ചെയ്ത് വളരെ പെട്ടെന്ന് അടുത്തൊരു 4-5 മാസം കൊണ്ട് തീരുമാനമുണ്ടാക്കി മൂന്നാം ഭരണസമിതി, മൂന്നാം പിണറായി സർക്കാർ വീണ്ടും തന്നെ മൂന്നാമത് മുഖ്യമന്ത്രി ഈ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഇപ്പോൾ 1000 പേരുള്ള ഒരു പ്രൊഫഷണൽ സേന ഉണ്ടാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 1000 പേരുള്ള മറ്റൊരു സേനയിലേക്ക് പോകുന്നത്. എന്താണ് ഇത് സംഭവിക്കാൻ നമുക്കറിയില്ല. എന്തായാലും വളരെ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ സേന കൂടി വരുന്നത് AKG സെൻറ്ററിൽ അവർക്ക് പരിശീലനം ഉണ്ടെന്ന് കേൾക്കുന്നു. ഇതൊന്നും തെറ്റായ കാര്യമല്ല. നമ്മളതുകൊണ്ട് അവരെ വിമർശിച്ചല്ല പറയുന്നത്. ശരിയായി നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരിശീലനം നടക്കുന്നു. അങ്ങനെ 1000 പേരുടെ ഒരു സേന ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് വളരെ മനോഹരമായ മറ്റൊരു കാര്യം. അവർ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരെ പ്രൊഫഷണലായിട്ട് അവരെ മാറ്റി തീർത്ത് അവർക്ക് ട്രെയിനിങ്ങും കൊടുത്ത് ഫയലുകൾ കൈകാര്യം ചെയ്യാനുള്ള സഹായിക്കാനാണ് അവരെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അഡീഷണൽ സെക്രട്ടറി തൊട്ട് താഴോട്ട് അണ്ടർ സെക്രട്ടറി വരെ അല്ലെങ്കിൽ SO വരെ ഉള്ളവർ കാണും. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കാണും. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥരുടെ സേന ഉണ്ടാക്കുകയാണ്. പക്ഷേ അത് പൊളിറ്റിക്കലായിട്ട് ഗുണം ചെയ്യുന്നതാണെങ്കിലും ജനങ്ങൾക്ക് ഗുണം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമുക്കതിനകത്തുള്ള കൗതുകം. എന്തായാലും ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന പല പല കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു കാര്യമായി ഇത് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു സേന ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അത് നടക്കട്ടെ.